ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലയാള സിനിമ, സീരിയൽ, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം, ഈ രംഗത്തൊക്കെ നടക്കുന്ന ഓഡിഷനുകളെ കുറിച്ചാണ്. ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു ഓഡിഷനെ കുറിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ഇട്, ഞങ്ങളെപ്പോലെ കുറേ പേര് ഓഡിഷൻ നടക്കുന്നുണ്ട്, അവർക്കൊരു മോട്ടിവേഷൻ ആവും എന്നൊക്കെ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചടാ, ഈ ഒരു മോട്ടിവേറ്റർ ആവാനുള്ള കഴിവൊന്നുമില്ല, അതല്ല നിങ്ങൾ എന്തായാലും ഒരു വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ അവന് വേണ്ടി, അവൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഏകദേശം ഒരു 2005 മുതൽ ഓഡിഷൻ പോകുന്നൊരു വ്യക്തി എന്നുള്ള നിലയിലും ഓഡിഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓഡിഷന് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പക്ക കോൺഫിഡൻസ് ആയിരിക്കണം. ഓവർ കോൺഫിഡൻസ് അല്ല, നോർമലി ഒരു കോൺഫിഡൻസ് ആയിരിക്കണം. കാരണം നമ്മുടെ ഒരു ചിലർ നമ്മളോട് ഇൻട്രൊഡക്ഷൻ പറയും, അപ്പം തന്നെ കൈയും കാലും വിറച്ച് നമ്മുടെ പേരും അഡ്രസ്സൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്യണത് എന്ന് പറയുമ്പോൾ തന്നെ ചിലർ പകുതി വിറച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മുമ്പൊക്കെ എനിക്ക് അങ്ങനെ 1-2 ഓഡിഷനിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ പോയി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ കുറേ ആൾക്കാർക്ക് അതൊന്നും ഇല്ല. എന്നാലും ശരി, എത്ര ഭയമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാതെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ മുന്നേ ആൾക്കാരൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നത് നന്നായിരിക്കും, കാരണം നമ്മുടെ ബോഡി എങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ക്യാരക്ടർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനൊക്കെ നമുക്ക് നമ്മളെ തന്നെ സാധൂകരിക്കാനും ഒക്കെ പറ്റും. ആ ഒരു രീതിയിൽ എങ്ങനെ നമ്മൾ അത് നമ്മുടെ ഐ ആംഗിൾ എങ്ങനെ പോകുന്നു, അത് എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും കണ്ണാടിക്ക് മുന്നിൽ ചെയ്ത എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകുമ്പോൾ കുറേയും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ സെലക്റ്റീവ് അല്ലാത്ത ഓഡിഷനുകളൊക്കെ വരുമ്പോൾ നിരാശപ്പെടേണ്ടതില്ല, കാരണം ഒരുപാട് പേര് വരുന്നതാണ്. അപ്പോൾ ഈ ഡയറക്ടറും റൈറ്ററും മനസ്സിലൊരു പിക്ചർ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇന്ന ക്യാരക്ടർ മതി, അല്ലെങ്കിൽ ഈ ഒരു അങ്ങനത്തെ ആളെയാണ് നമുക്ക് വേണ്ട, ഒരു കറുത്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് വെളുത്ത് ഇരുനിറത്തിലുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകൾ മതി നമുക്ക്, ഉയരം അധികം വേണ്ടാതെ എന്നൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മളെ സെലക്ട് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ചില കാസ്റ്റിംഗ് കോൾസിൽ കാണാം, ഇത്ര ഹൈറ്റുള്ളവർ മതി ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്ര ലുക്കുള്ളവർ മതി നമുക്ക് എന്നൊക്കെ വേർതിരിച്ച് കാസ്റ്റിംഗ് കോൾ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് കുറേം കൂടെ നമുക്ക് ഗുണം ചെയ്യും. അങ്ങനെ വരുന്ന കാസ്റ്റിംഗ് കോളുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം പോവുക എന്നുള്ളതാണ്. ചിലരൊക്കെ ഉണ്ട്, ഇതിപ്പോൾ അങ്ങനെ 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു 35 വയസ്സായ ഒരാളും ഇതിന് വേണ്ടി പോകും. എന്നിട്ട് അവിടെ എന്തെങ്കിലും ചാൻസൊക്കെ ചോദിച്ച്, ആ ചേട്ടാ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കറക്റ്റ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇന്ന രീതിയിലുള്ള ആളുകൾ മതിയെന്ന്. അപ്പോൾ മാക്സിമം അത്തരം നോക്കി അതിൽ മാത്രം പോവുക എന്നുള്ളതാണ് ഒരു കാര്യം നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സെലക്ട് ആവും, നമ്മൾ അഭിനയിച്ച് സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളടുത്ത് മാറ്റി നിർത്തിയിട്ട് പൈസ ചോദിക്കും. നല്ല ക്യാരക്ടറാണ്, അടിപൊളിയാണ്, ഒരു 5-6 ലക്ഷം രൂപ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാരക്ടർ ബെറ്റർ ആയിരിക്കും, നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് ഇത്ര പൈസ എങ്ങനെയും ഒപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, കാരണം അത്രയും വലിയ മോഹമൊക്കെ ആയ കാരണം. പക്ഷെ അതിനൊന്നും നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഫ്രോഡ് ആളുകൾ ചെയ്യുന്ന പരിപാടികളാണ് എന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളിലൊന്നും പോയിട്ട് തല വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കൂടുതൽ ഈ ഷോർട്സും റീൽസും ഷോർട്ട് ഫിലിംസൊക്കെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റാവുന്ന ഈ കാലഘട്ടത്തിലും ഇതുപോലെ ഒരുപാട് പേരെ, ഒന്നും അറിയാത്ത കുറേ ആൾക്കാരെ വിളിച്ചിരുത്തി ഓഡിഷൻ നടത്തി പൈസ പറ്റിക്കുന്ന ഒരുപാട് പരിപാടി ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പോയി തല വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓഡിഷന് പങ്കെടുക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ആരാണെന്ന് നോക്കുക. അറിയുന്ന കമ്പനിയാണോ ഈ ഒരു പ്രൊഡക്ഷൻ ഇത് ചെയ്യുന്നത്, നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനിയാണോ, അല്ലെങ്കിൽ ഡയറക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ളതൊക്കെ നോക്കുക. കൂടുതലും ചിലപ്പോൾ ഡയറക്ടേഴ്സൊന്നും റൈറ്റേഴ്സൊന്നും ചിലപ്പോൾ വലിയൊരു ഫേമസ് ആയിട്ടുള്ള ആളുകളാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ശ്രദ്ധിക്കുക, ഏതൊരു ആളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ.
പിന്നെ നമ്മളെ ഓഡിഷൻ ചെയ്യാൻ വരുന്ന ഒരു ചിലപ്പോൾ ഡയറക്ടർ ആവണം അല്ലെങ്കിൽ റൈറ്റർ ആവണം എന്നൊന്നുമില്ല. ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറായിരിക്കും നമ്മളെ സെലക്ട് ചെയ്യാൻ വേണ്ടി വരിക, നമ്മളെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹമാവും വരിക. അപ്പോൾ നമ്മളെപ്പോഴും പക്ക ഡയലോഗ്സ് ഡെലിവറി നടത്താനും അതിൻ്റെ ഡയലോഗ്സ് ഡെലിവറിയുടെ മോഡുലേഷൻ മനസ്സിലാക്കി ഡയലോഗ്സ് പറയാനും ഒക്കെ ശ്രമിക്കുക. എന്ത് ചെയ്യുമ്പോഴും കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെയാണ്. ഞാൻ ഇത്രയും വലിയ രീതിയിലൊന്നും പറയാനുള്ള ഒരു വലിയ മനുഷ്യനൊന്നുമല്ല. നമ്മൾ ഒരുപാട് ഓഡിഷനിൽ പങ്കെടുത്തത് കൊണ്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. എന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ സെലക്ട് ആവാതെ ഇരിക്കുന്നു ഒക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ ചില വിറകളൊക്കെ ഇപ്പോഴും വരാറുണ്ട്. വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ വലിയ നടന്മാരൊക്കെ കാണുമ്പോൾ നമ്മളും ചിലപ്പോൾ വിറയ്ക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊക്കെ ഒഴിവാക്കി. കാരണം ഇപ്പോൾ ഓഡിഷനുകളോ മറ്റുള്ള സംഭവങ്ങളോ നമ്മൾ കുറേ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം നമ്മൾ സ്വന്തമായി വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ സ്വന്തമായി റീൽസ് ചെയ്യുമ്പോഴും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോ അടക്കം വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഈ ചാനലിൻ്റെ ഭാഗമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് പോകണം എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് തീർത്തും എൻ്റർടൈൻമെൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ത് പറയുമ്പോഴും അതിൻ്റെ ഒരു പുറകിലൊരു സിനിമ ടച്ച് ഉണ്ടായിരിക്കും. സിനിമയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളാണ് ഇതിലെല്ലാം നമ്മൾ ചെയ്യുന്നത്. സിനിമയും കലാകാരന്മാരെയും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപാടല്ല, കുറച്ച് പേരാണെങ്കിലും കുറച്ച് സബ്സ്ക്രൈബ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്താണ് കുറേ സംഭവങ്ങൾ ഇത് ചെയ്യുന്നു, കുറേ അത് ചെയ്യുന്നു, കുറേ ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചാനലിൽ കഥ വായിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. ചിലപ്പോൾ മോശമാണെങ്കിൽ നമ്മളെ വിളിച്ച് ആളുകൾ പറയുന്നു, പല മെസ്സേജുകൾ അയക്കുന്നു. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം ഭാവിയിൽ ഇനി എപ്പോഴെങ്കിലും ഒക്കെ സിനിമ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് സംഭവിക്കട്ടെ. അപ്പോൾ ഓഡിഷന് പോകുന്ന ആളുകളെല്ലാം തന്നെ ഞാനീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ചെറിയൊരു കാലയളവിൽ കിട്ടിയ ഒരു അറിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.